അത് വലിയ മീനുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന മീനുകളിലേക്ക് ചെന്നെത്താത്തതൊന്നും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. കാരണം അവരിലേക്ക് ചെന്നെത്തി കഴിഞ്ഞാൽ നാളെ ഇവരൊക്കെ ഇലക്ഷന് നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ചെന്നെത്താൻ സാധ്യതയില്ല. സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ, മതേതരത്തിന്റെ നിറകടമായിട്ടുള്ള ശബരിമലയിലെ സ്വർണം, അയ്യന്റെ സ്വർണം മുഴുവൻ കട്ടെടുത്ത മുഴുവൻ പേരും രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ തന്നെ പോയി തുടങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 11 പേരാണ് ഇപ്പൊ ഇതുവരെ അറസ്റ്റിലായത്. ഇന്ന് കണ്ഠരര് രാജീവര് തന്ത്രി അറസ്റ്റിലായതോടെ 11 പേര് പൂർത്തിയായി. എന്നാൽ അറസ്റ്റിലാകാതെ ചിലരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചിലരിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം അന്വേഷണം പടവലങ്ങ പോലെയാണ്. SIT കേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഉന്നത പദവിയിലിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അതിന്റെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് പോകുന്നില്ല. മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു സൂത്രധാരൻ ഉണ്ടാവുമല്ലോ. ആ സൂത്രധാരനിലേക്ക്, ഇതിന്റെ പങ്ക് പറ്റിയവരിലേക്ക്, അത് കൊണ്ടുപോയവരിലേക്ക് ഒന്നും കഥ എത്തുന്നില്ല. താഴെ കൂടിച്ചേർന്ന് നിന്നവരിലും ഈ മയക്കുമരുന്ന് കേസിന്റെ കാര്യം പറയുന്ന പോലെയാണ്. അതായത് ഇവിടെ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കുന്ന അത്തപ്പാടിക്കാരായ കുറച്ച് ആൾക്കാരെയാണ് പിടിച്ച് ജയിലിലിടുന്നത്. ഇതിനെ മൊത്ത വിതരണക്കാരും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരും ഉണ്ട്. അവരെ പിടിക്കുന്നില്ല. അവരാരും ഇതിൽ പ്രതികളെ അല്ല, അവര് സുഖവാസം നടത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. 11 പേരെയാണ് മൊത്തം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെ. നമുക്ക് ആ ഓരോ വ്യക്തികളും ആര് എന്നൊന്ന് നോക്കാം, അവരുടെ പദവികളും ഒന്ന് നോക്കാം. അത്രയും മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിന്റെ ഏകദേശ ധാരണ നമുക്ക് കിട്ടും. ഇത് എങ്ങോട്ടൊക്കെ പോകാൻ സാധ്യത ഉണ്ട് എന്ന്, എന്തേ അങ്ങോട്ടൊക്കെ പോകാത്തത് എന്ന് നമുക്ക് അപ്പോൾ തോന്നുകയും ചെയ്യും. ഒന്നാമത്തെ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നമുക്കറിയാലോ, പൂജാരിയായിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയുമായിട്ടുള്ള ബന്ധം 2004 ഒരു പരികർമ്മിയുടെ സഹായിയായിട്ട് അദ്ദേഹം ശബരിമലയിൽ എത്തുന്നു. ബംഗളൂരുവിലെ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലും ശ്രീരാംപുരത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും അദ്ദേഹം പൂജാരിയായിരുന്നു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുമായിട്ടുള്ള ദീർഘകാല ബന്ധം ആണ് ശബരിമലയിലേക്ക് ഇദ്ദേഹത്തിന്റെ വഴി തുറന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നാണ് പറയുന്നത്. കേസ് അറസ്റ്റ് നമുക്കറിയാലോ, 2025 ഒക്ടോബർ 16 ആദ്യ അറസ്റ്റ് നടക്കുന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അദ്ദേഹത്തെ ഏതാണ്ട് 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. SIT കണ്ടെത്തിയ കാര്യങ്ങൾ: സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത അദ്ദേഹം 475 ഗ്രാം, ഏകദേശം 56 പവൻ സ്വർണം തട്ടിയെടുത്തതായും പകരം വെറും 3 ഗ്രാം സ്വർണം മാത്രം ഉപയോഗിച്ചതായും തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്വേഷണം മറച്ചു വിറ്റ് കിട്ടിയ പണം ഭൂമി ഇടപാടുകൾക്കായി ഉപയോഗിച്ചതായും ഇദ്ദേഹം സമ്മതിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇനി അന്വേഷണത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്വർണ്ണ പൂശാൻ എന്ന പേരിൽ ബംഗളൂരുവിലെ വ്യാപാരിയിൽ നിന്നും ഇദ്ദേഹം പണം പിരിച്ചതായിട്ട് പറയുന്നുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയതായും സ്വർണം കടത്താൻ തന്ത്രിയുടെ ഉൾപ്പെടെ മൗന അനുവാദം ലഭിച്ചതായും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിലവില് മണി ലോണ്ടറിംഗ് PMLA നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതായത് EDയും കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഥ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഥയ്ക്ക് ശേഷമാണ് പാട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ പാട്ട് ഈ അടുത്ത കാലത്താണ് വൈറലായി മാറുന്നുണ്ടെങ്കിൽ, വൈറലും വിവാദമൊക്കെ ആയി മാറുന്നുണ്ടെങ്കിലും അന്നേ ഈ പാട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷമാണ് ആ പാട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് വൈറലാക്കി കൊടുത്തതെന്ന് നമുക്കറിയാം. ഇനി രണ്ടാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് 7ാം പ്രതിയായിട്ടുള്ള KS ബൈജുവിന്റെ അറസ്റ്റാണ്. അതായത് 2025 നവംബർ 6 പ്രത്യേക സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ, തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസാണ് അദ്ദേഹത്തെ എതിരെ ചുമത്തിയിട്ടുള്ളത്. 7ാമത്തെ പ്രതിയാണ്. 3ാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള A പത്മകുമാറിന്റെ അറസ്റ്റാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് നമുക്കറിയാലോ, CPMന്റെ നേതാവാണ്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. 1991 മുതൽ 96 വരെ കോന്നി നിയമസഭയിൽ പ്രതികരിച്ചുകൊണ്ട് MLA ആയിരിക്കുകയും ചെയ്തു. പിന്നെ 2017 മുതൽ 19 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുകയും ചെയ്തു. അപ്പോൾ ചില്ലറക്കാരനല്ല, പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. പത്മകുമാരൻ അറസ്റ്റ് ചെയ്തത് 2025 നവംബർ 20 തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിന് 4 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ സഹായങ്ങളും ഒത്താശയും ചെയ്തു കൊടുത്തു എന്നതാണ് ഇദ്ദേഹത്തിന്റെ മേലുള്ള പ്രധാന ആരോപണം. ഇതുവരെയുള്ള കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഔദ്യോഗിക രേഖകളിൽ എന്ന് പറഞ്ഞ മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തലുകൾ വരുത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട രേഖകളിൽ പിന്നീട്
പച്ച മഷി ഉപയോഗിച്ചിട്ട് മാറ്റം വരുത്തിയതായിട്ട് ആരോപിക്കുന്നുണ്ട്. പിന്നെ സ്വർണ്ണപ്പാളികളെ കേവലം ചെമ്പ് തകിടുകളായി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് പത്മകുമാറാണ് എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും ഗൂഢാലോചനയിൽ പങ്കാളി ആയതായിട്ടും SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. നാലാമതായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് N വാസുവാണ്. അതായത് പത്മകുമാറിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. ഇദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് 2 തവണ ദേവസ്വം കമ്മീഷണർ ആയിട്ടുണ്ട്. ഏറ്റവും ശക്തനായ ഒരു CPM നേതാവാണ്, CPM സഹയാത്രികനാണ്. മുൻ എക്സൈസ് മന്ത്രി PK ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ചില്ലറക്കാരനല്ല. ഏതായാലും ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ശബരിമലയിൽ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് പോയത്. 2025 നവംബർ 11 തീയതിയാണ് അറസ്റ്റ് ചെയ്യുന്ന സ്വർണ്ണക്കൊള്ള കേസിലെ 3-ാം പ്രതി തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് 2 ദിവസം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടായി. ആ ചോദ്യം ചെയ്യലിന്റെ അവസാനമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ രേഖകളിൽ തിരുത്തലുണ്ടാക്കിയതാണ്. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്ത് ശ്രീകോവിലിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളികളെ വെറും ചെമ്പു പാളികൾ എന്ന് രേഖപ്പെടുത്താൻ ഇദ്ദേഹം നിർദ്ദേശം നൽകി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. 1-ാം പ്രതിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറാൻ അനുമതി നൽകിയത് ഇദ്ദേഹത്തിന്റെ അറിവോടെയാണ് എന്നാണ് കണ്ടെത്തൽ. സ്വർണം കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചില്ല എന്നതും ആരോപണമാണ്. അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കില്ലല്ലോ. കാരണം പങ്കാളിയാകുമ്പോൾ പങ്ക് പറ്റാനല്ലേ നോക്കൂ, അല്ലാതെ അതെടുത്ത് അവിടെ കൊണ്ടുവെക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. സാധാരണ പ്രതിസ്ഥാനത്ത് ആൾക്കാർ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് പതിവ്. പക്ഷെ ഇവിടെ വാസുവിന്റെ കാര്യത്തിൽ അത് നേരെ തലതിരിഞ്ഞു പോയി. മുരാരി ബാബു, അത് സുധീഷ് കുമാർ എന്നിവരുടെ മൊഴികൾ N വാസുവിന് എതിരായിരുന്നു എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നീട് മുരാരി ബാബു അടക്കം കുറെ പേർ അറസ്റ്റായത് നമുക്കറിയാം. ഇന്നിപ്പോ അവസാന ദിവസമായ ഇന്ന് ഇതുവരെ 11-ാമത്തെ അറസ്റ്റ് ഇന്ന് നടക്കുമ്പോൾ കണ്ഠരര് രാജീവര്, അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ശബരിമല തന്ത്രി അറസ്റ്റിലാകുന്നത്. അതും ശബരിമലയിൽ തന്നെ മുഴുവൻ കാത്തു നിൽക്കേണ്ട ആളാണ്. ശബരിമലയെ മുഴുവൻ സംരക്ഷിച്ചു നിർത്തേണ്ട ആള് തന്നെ കട്ടുകൊണ്ട് പോയി എന്ന് കാണുമ്പോഴത്തേക്ക് സത്യം എവിടെ ചെന്ന് നിൽക്കുകയാണ്. ഇവിടുത്തെ ഭക്തിയും ഇവിടുത്തെ എന്താ പറയാ ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. രാവിലെ തിരുവനന്തപുരത്ത് ഏതോ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി നീണ്ട ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷം അവസാനം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിച്ച് അറസ്റ്റ് ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ബംഗളൂരിലെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ പോറ്റി പൂജാരി ആയിരുന്ന കാലം മുതൽ ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ, ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ടത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിൽ വാതിലിലും സ്വർണം പൂശുന്ന ജോലികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി ശുപാർശ ചെയ്തത് തന്ത്രിയാണെന്ന് SIT കണ്ടെത്തിയെന്നാണ് പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. ഇതൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ആചാരപരമായിട്ടുള്ള അനുമതി ഞാനാണ് അത് പറയാട്ടോ നൽകിയതിൽ ക്രമക്കേട് നടന്നതായി പ്രധാന ആരോപണം അദ്ദേഹത്തിന്റെ മേലുണ്ട്. പിന്നെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 8-ാം പ്രതി A പത്മകുമാർ എന്നിവർ നൽകിയ മൊഴികളാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. സ്വർണം മാറ്റുന്നതിനെ കുറിച്ച് തന്ത്രിക്ക് അറിവുണ്ടായിരുന്നുവെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നുവെന്നുമാണ് ഇവരുടെ വെളിപ്പെടുത്തൽ. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്നറിയാമോ, പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് പറഞ്ഞിരുന്നു, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇനി ആരും വെറുതെ ഇരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് വെറുതെ അല്ല, കൃത്യമായിട്ട് അയാൾ പറഞ്ഞ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. 11 പേര് എല്ലാവരും കൂടി ചേർത്ത് 11 പേരായി. ഇപ്പൊ മുരാരി ബാബു എല്ലാവരും അടക്കം 11 പേരായി. എന്റെ ബലമായ സംശയം, എന്റെ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബലമായ സംശയം, എന്തുകൊണ്ടാണ് ഈ താഴേക്ക് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ്. ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ദേവസ്വം കമ്മീഷണർ, പഴയ കമ്മീഷണർ മുതൽ താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുകളിൽ ദേവസ്വം മന്ത്രി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ഒരു വലിയ കൊള്ള നടക്കുമ്പോൾ ആ കൊള്ളയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്, പൊട്ടത്തരമാണ്. അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം മേളിലേക്ക് കൂടി പോകണം. മുകളിലേക്ക് പോയിട്ട് ഉന്നതന്മാരിലേക്ക് ഇത് ചെന്നെത്തണം. പക്ഷെ എത്തുന്നില്ല. പടവലങ്ങ പോലെ താഴേക്കാണ് അറസ്റ്റ് വരുന്നത്. മേലിന് അത്യാവശ്യം കൊള്ളാവുന്ന ഒന്നിനെ പിടിച്ച ശേഷം പിന്നെ ചെറിയ പരൽമീനുകളിലേക്ക്, പിന്നെ അത് നെത്തോലി പോലുള്ള ചെറിയ മീനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും നേരെ തിരിച്ചാണ് വരേണ്ടത്. സാധാരണ ഒരു ചെറിയ മീനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങാൻ കാത്തിക്കുന്ന ഒരു വലിയ മീൻ അതിന് മുകളിലുണ്ടാവും. ആ മീനെ പിടിക്കുക, അതിനെ വിഴുങ്ങാനുള്ള ഒരു വലുത് മേലുണ്ടാവും. ഇങ്ങനെ കയറി പോണ പതിവ്. ഇതെന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്ന് ലോബിയെ പിടിക്കാൻ നടക്കുന്ന എന്താ പറയാ സംവിധാനത്തെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവരും ഈ താഴെക്കടയിലുള്ള കുറച്ചെണ്ണത്തിനെ പിടിച്ചിട്ട് അവസാനിപ്പിക്കും.
ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇത്രയധികം ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഈ കേസിന്റെ വിധി വരുന്ന സമയത്ത് ഇതൊന്നും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല എന്നതാണ് ഇപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നത്. അതായത് ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടു, അത് കൊണ്ടുപോയി പലരും എടുത്തുകൊണ്ട് പോയി. ഇനി ആര് പങ്കുണ്ടെങ്കിലും, മന്ത്രി പങ്കുണ്ടെങ്കിലും, ഇനി താഴെയുള്ള പ്യൂണ് പങ്കുണ്ടെങ്കിലും, ആര് പങ്കുണ്ടെങ്കിലും അത് എടുത്തുകൊണ്ട് പോയി എന്നുള്ള സത്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്നത്തെ കഥ മുതൽ ഇന്നത്തെ കഥ വരെ എടുത്തു വെക്കുമ്പോൾ ഈ 11 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു നിലയ്ക്കും ഇത് സ്വർണമായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള രേഖ എവിടെയെങ്കിലും ഉള്ളതായിരുന്നിട്ടോ അല്ലെങ്കിൽ സ്വർണമാണ്, ആ സ്വർണ്ണ പാളിയായിരുന്നു എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. അതേസമയം ചെമ്പായിരുന്നു എന്നതിന്റെ രേഖ ഉണ്ട് താനും. അപ്പോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചെറുമീനുകളിൽ ഇങ്ങനെ കിടന്ന് തുഴയുന്നതെന്നും ഈ ചെറുമീനുകൾക്ക് ഇത്രയും പവർ ഉള്ളതെന്നും അത് വലിയ മീനുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന മീനുകളിലേക്ക് ചെന്നെത്താത്തതെന്നും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. കാരണം അവരിലേക്ക് ചെന്നെത്തി കഴിഞ്ഞാൽ നാളെ ഇവരൊക്കെ ഇലക്ഷന് നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ചെന്നെത്താൻ സാധ്യതയില്ല. ഇത് തന്നെ തേച്ചു മാച്ച് കളയാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇത്രയും വലിയൊരു വാർത്ത വന്ന ശബരിമലയിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ എന്ന് ഞാൻ പറഞ്ഞാൽ ജനസഞ്ചയം കൊണ്ട് വലിയ ഒരു ക്ഷേത്രമായിട്ടുള്ള ഭക്തിയുടെ, സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ, മതേതരത്തിന്റെ നിറകടമായിട്ടുള്ള ശബരിമലയിലെ സ്വർണം, അയ്യന്റെ സ്വർണം മുഴുവൻ കട്ടെടുത്ത മുഴുവൻ പേരും രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ തന്നെ പോയി തുടങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.